വാർത്തകൾ വിശദമായി. മസാല ബോണ്ടിൽ ഇഡി നോട്ടീസിന് ഹൈക്കോടതിയുടെ സ്റ്റേ. 3 മാസത്തേക്കാണ് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, മസാല ബോണ്ടിൽ ഇഡിയുടെ നോട്ടീസിന് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കിഫ്ബി മസാല ബോണ്ടിലൂടെ സമാഹരിച്ച പണം ഉപയോഗിച്ച് ഭൂമി ഏറ്റെടുത്ത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇഡി നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, കിഫ്ബി CEO എന്നിവർക്കായിരുന്നു നോട്ടീസ് നൽകിയത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിസ്തീർണം നൽകണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നേരത്തെ നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ പ്രാഥമിക വാദം കേട്ട ശേഷമാണ് ഈ ഇഡി നോട്ടീസ് ഒരു 3 മാസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കിഫ്ബി നൽകിയ ഹർജിയിൽ കോടതി പ്രാഥമിക വാദം കേട്ട് തുടർന്നാണ് നടപടികൾ സ്റ്റേ ചെയ്തതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും മസാല ബോണ്ടിലൂടെ സമാഹരിച്ച പണം വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂവെന്നാണ് പറഞ്ഞൊരു കാര്യം. അതോടൊപ്പം തന്നെ ഈ സ്ഥലം വാങ്ങിയത് ഫെമ ചട്ടലംഘനം നടന്നുവെന്ന് പറഞ്ഞാണ് സ്ഥലം വാങ്ങിയത്. അതായത് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലം ഏറ്റെടുത്തതിൽ ഫെമ ചട്ടലംഘനം നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇഡി നോട്ടീസ് നൽകിയത്. ഈ കിഫ്ബി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക് എന്നിവർക്ക് നോട്ടീസ് നൽകിയത്. എന്തായാലും മസാല ബോണ്ടിലൂടെ സമാഹരിച്ച പണം ഉപയോഗിച്ച് സ്ഥലം വാങ്ങിയിട്ടില്ലെന്നും വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലം ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നുമാണ് കിഫ്ബി പ്രധാനമായും വ്യക്തമാക്കിയ കാര്യം. സർക്കാരും ഇക്കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും സർക്കാർ ഈ ഇഡിയുടെ നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും പ്രാഥമിക വാദം കേട്ട ശേഷം 3 മാസത്തേക്ക് നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ കിഫ്ബിയുടെ ഹർജിയിൽ വിശദമായ വാദം കേൾക്കണമെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ ഇഡി അടക്കമുള്ള എതിർകക്ഷികൾക്കും കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എന്തായാലും ഫെമ ലംഘനം കണ്ടെത്തിയെന്ന ഇഡി റിപ്പോർട്ടിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു എന്ന് തന്നെയാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇതിൽ വിശദമായ കിഫ്ബി നൽകിയ ഹർജിയിൽ ഈ സ്റ്റേ ചെയ്യണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയ ഹർജിയിൽ വിശദമായ വാദം കേൾക്കണം, ഇഡിയുടെ നടപടികൾ തടയണമെന്ന് ആവശ്യപ്പെട്ടാണ് കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇതിൽ ഈ കിഫ്ബിയുടെ ഹർജിയിൽ എതിർകക്ഷികൾക്ക്, ഇഡി അടക്കമുള്ള എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസും നൽകിയിട്ടുണ്ട്. എന്തായാലും കിഫ്ബിയെ സംബന്ധിച്ച് ഇപ്പോൾ ആശ്വാസമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ സർക്കാരിനും ഇക്കാര്യത്തിലുള്ള കോടതി നടപടിയിൽ ആശ്വാസമെന്ന് തന്നെയാണ്. എന്തായാലും ഫെമ ചട്ടലംഘനം, അതായത് കിഫ്ബി ഭൂമി വാങ്ങിയത് മസാല ബോണ്ട് ഇടപാടിലൂടെ സമാഹരിച്ച തുകയിലൂടെ ഭൂമി വാങ്ങിയത് അത് ഫെമ ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയ ഇഡി നോട്ടീസിന് ഇപ്പോൾ 3 മാസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.